ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മധ്യത്തിൽ ഒരു ബിന്ദുവും 9 ത്രികോണങ്ങളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചക്രമാണ് ശ്രീചക്രം. ഇതിന് നടുവിലെ ബിന്ദുവിലാണ് ശ്രീ ത്രിപുരസുന്ദരി കുടികൊള്ളുന്നത്. ചൊവ്വ, വെള്ളി, പൗർണമി ദിനങ്ങളിൽ ശ്രീചക്രത്തെ ആരാധിക്കുന്നത് ദേവിയെ നേരിട്ട് ആരാധിക്കുന്നതിന് തുല്യമാണ്. ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി എന്നിവ ശ്രീചക്ര ആരാധനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രാർത്ഥനകൾ വിവിധ ഭാവത്തിൽ നടത്താവുന്നതാണ്. ശാന്തിഭാവം, സഖ്യഭാവം, ദാസ്യഭാവം, മാധുര്യഭാവം, വാത്സല്യഭാവം എന്നിങ്ങനെ വിവിധ ഭാവങ്ങളിലുണ്ട് പ്രാർത്ഥനകൾ. അതനുസരിച്ച് ദൈവത്തെ പ്രഭുവായും സുഹൃത്തായും യജമാനനായും പങ്കാളിയായും പുത്രനായും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇവയെല്ലാം ഭക്തിയിൽ ഒതുങ്ങുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര. ദശരഥ നന്ദന രാമ രഘുകുല വീര രാമ ത്രേതായുഗത്തിലെ രാമ സീതാപദേ ശ്രീരാമ രാജ്യമുപേക്ഷിച്ച രാമ രാക്ഷസ വൈരിയം രാമ രാവണ നിഗ്രഹ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര. രാവും പകലും നിന്നാമം നാവിലൊലിക്കണേ രാമ മൗഢ്യമകറ്റണേ രാമ മംഗളദായക രാമ നിഷ്കാമകർമ്മങ്ങൾ രാമ എന്നിഷ്ടയായി തീരണേ രാമ മോഹാന്ധകാരത്തിൽ നിന്നും മോചനമേകണേ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര. നിത്യനിരഞ്ജന രാമ നിത്യം നമോസ്തുതേ രാമ ചിത്തേ വിരാജിക്ക രാമ ചിന്മയ രൂപ രാമ സത്വമസത്വം നീ രാമ സർവലോകാധിപ രാമ സാഫല്യമേകണേ രാമ സാക്ഷാൽ മഹാവിഷ്ണു രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര. അർജുനന്റെ വില്ലാണ് ഗാന്ധീവം. അത് വരുണദേവൻ സമ്മാനിച്ചതാണ്. ഇതോടൊപ്പം ഒരിക്കലും ഒഴിയാത്ത ആവനാഴിയുമുണ്ട്.
അർജുനന്റെ സാമർഥ്യ പ്രകടനത്തിൽ പ്രധാന പങ്കുവഹിച്ച ആയുധം എന്ന നിലയിൽ ഗാണ്ഡീവം വളരെ പ്രസിദ്ധമാണ്. ഇന്നത്തെ കഥയമമയിൽ അർജുനന്റെ ഗാണ്ഡീവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളൊക്കെ തന്നെ പല ആളുകളും പലതരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നുണ്ടാവുക. എന്താണ് ഈ അസ്ത്രം, എന്താണ് ഈ ശസ്ത്രം എന്നാദ്യം പറയാം. അസ്ത്രം എന്നുള്ളത് ദൂരെ നിൽക്കുന്ന ഒരു ശത്രുവിനെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസ്ത്രം. ശസ്ത്രം എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ശത്രുവിനെ അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ശസ്ത്രം എന്നാണ് പറയാറുള്ളത്. ഏതായാലും ഈ അസ്ത്രശസ്ത്രങ്ങളൊക്കെ നിരവധിയുള്ള ഒരുപാട് ഈശ്വര സങ്കല്പങ്ങളും പുരാണ കഥാപാത്രങ്ങളൊക്കെ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ആയുധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരും തന്നെയല്ല, സാക്ഷാൽ അർജുനനും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ആ ധനുസിനെ കുറിച്ചുമാണ് കഥയമമ്മയുടെ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അർജുനൻ വില്ലാളി വീരനാണ്. വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് തന്നെ. പല മുത്തശ്ശിമാരൊക്കെ കുട്ടികൾക്ക് ഭയം ഉണ്ടാവുന്ന സമയത്ത് ആ ഭയത്തിൽ നിന്ന് മറികടക്കാനായിട്ട് അർജുനന്റെ പേരുകൾ ജപിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, വിജയൻ, ഇങ്ങനെ പോവും. അപ്പം അത്രയധികം വില്ലാളി വീരനാണ്. ഒന്നിൻ്റെയും മുമ്പിൽ ഭയക്കാത്ത ആളാണ്. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ സധൈര്യം നേരിടുന്ന ആളായിരുന്നു അർജുനൻ. ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം കുറച്ച് പകച്ചു പോയത്. അത് ഭാരത യുദ്ധത്തിലാണ്. ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന രംഗമൊക്കെ നമുക്കറിയാം. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഈ കരുത്തിൻ്റെ അടയാളമായി, തൻ്റെ കഴിവിൻ്റെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രതീകമായി അദ്ദേഹം സദാ കൊണ്ടു നടന്നിരുന്ന ഒരു ആയുധമാണ് ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ധനുസ്. ആ ധനുസാണ് അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. നിരവധിയായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ, ഇപ്പം ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഗാണ്ഡീവം എന്ന് വിളിക്കപ്പെടുന്ന ധനുസിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഈ ഗാണ്ഡീവത്തിൻ്റെ ഉൽപ്പത്തി? പല ആളുകൾക്കും അറിയാം. കഥ പറഞ്ഞു വരുമ്പോൾ ഗാണ്ഡവ വനം ദഹിപ്പിക്കാനായിട്ട് അഗ്നിദേവൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായം തേടുന്നു. ആ സമയത്ത് അർജുനൻ പറയുന്നു, എനിക്ക് ഇന്ദ്രനെ തടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ശക്തിയുള്ള ഒരു ധനുസ് വേണം. ആ സമയത്ത് അഗ്നിദേവൻ ഈ ഗാണ്ഡീവം എന്ന് പറയുന്ന ധനുസ് അദ്ദേഹത്തിന് കൊടുത്തു, അർജുനന് കൊടുത്തു എന്നാണ്. എവിടെ നിന്നാണ് അർജുനന് ഗാണ്ഡീവം എന്ന് പറയുന്ന ധനുസ് അഗ്നിദേവൻ എടുത്തു കൊടുത്തത്? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല, അത് വരുണന്റെ കയ്യിൽ നിന്നാണ്. വരുണന് എവിടെ നിന്നാണ് ഈ ഗാണ്ഡീവം കിട്ടിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. നല്ല രസമാണ്. ഗാണ്ഡീവം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ബ്രഹ്മാവാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ കാരണമാണ് പ്രധാനം. വെറും കഥ കേൾക്കുക എന്നുള്ളതല്ലല്ലോ. ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടുള്ള ആയുധമാണ് ഗാണ്ഡീവം. അങ്ങനെ ബ്രഹ്മാവ് അത് കുറച്ചു കാലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം അത് പ്രജാപതിക്ക് കൊടുത്തു. പ്രജാപതി അത് കുറെ കാലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് ധർമ്മ സംരക്ഷണത്തിനായിട്ട് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ഉപയോഗിച്ചു. ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ചന്ദ്രന് അദ്ദേഹം അത് കൊടുത്തു. ചന്ദ്രൻ ഉപയോഗിച്ചു. ചന്ദ്രന്റെ കയ്യിൽ നിന്നാണ് വരുണന് ഈ ഗാണ്ഡീവം ലഭിക്കുന്നത്. ഈ വരുണന്റെ കയ്യിൽ നിന്നാണ് അഗ്നിദേവൻ ഈ വനം ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ വില്ല് വാങ്ങിയിട്ട് അർജുനന് കൊടുക്കുന്നത്. വലിയൊരു മഹത്തരമായിട്ടുള്ള വില്ലാണ്. 108 ഞാണുകളാണ് അതിലുള്ളത് എന്നാണ് പറയുക. അർജുനെ പോലൊരു വില്ലാളി വീരനല്ലാതെ അത് ആർക്കും എടുത്തുയർത്താനോ അതിൻ്റെ ഞാണുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനോ സാധിക്കില്ലായിരുന്നു എന്നാണ്. 108 ഞാണുള്ള ഗാണ്ഡീവത്തിലെ ഒരു ഞാണ് മഹാഭാരത യുദ്ധകാലത്ത് അശ്വത്ഥാമാവ് അർജുനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ഞാണ് പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ്. ആ ഒരു ഞാണ് പൊട്ടിച്ചതിന് ആ കൗരവപ്പടയിലുള്ള മുഴുവൻ ആൾക്കാരും, എന്തിന്, അർജുനൻ പോലും അശ്വത്ഥാമാവിനെ പ്രശംസിച്ചു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത്രയധികം പ്രയാസമാണ് ഗാണ്ഡീവത്തെ നേരിടുക എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധമായിക്കോട്ടെ, വിരാട യുദ്ധമായിക്കോട്ടെ, അശ്വമേധ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും അർജുനൻ ജയിച്ചിട്ടുള്ളത് ഗാണ്ഡീവം ഉപയോഗിച്ചുകൊണ്ടാണ്. പല സമയത്തും അർജുനൻ സത്യങ്ങൾ പോലും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഗാണ്ഡീവത്തിന്റെ മുകളിലാണ്. ഗാണ്ഡീവത്തിനെ പിടിച്ചാണ് സത്യം ചെയ്യുക. സന്താനഗോപാലൻ കഥയൊക്കെ നോക്കുന്ന സമയത്ത് കഥകളിലൊക്കെ കാണിക്കും, ബ്രാഹ്മണൻ
അർജുനോട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത കുട്ടിയെ സംരക്ഷിക്കും എന്ന് അങ്ങയുടെ ഗാന്ധീവത്തെ പിടിച്ച് സത്യം ചെയ്യും എന്നാണ്. കാരണം അർജുനന് അത്രയധികം സ്നേഹമാണ് ഗാന്ധീവത്തോട്. ഗാന്ധീവം വെച്ച് അദ്ദേഹം യുദ്ധം ചെയ്യാത്ത ആൾക്കാരില്ല. സാക്ഷാൽ മഹാദേവൻ കിരാതമൂർത്തിയായിട്ട് പാശുപതാസ്ത്രം കൊടുക്കാൻ വന്ന സമയത്ത് മഹാദേവനോട് പോലും ഈ ഗാന്ധീവം വെച്ചാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. ഗാന്ധീവം മാത്രമല്ല അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളത് അർജുനന്, ഒപ്പം തന്നെ ഒരു അമ്പൊടുങ്ങാത്ത ആവനാഴിയും കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് രണ്ടുമായിരുന്നു അർജുനന്റെ ഏറ്റവും വലിയ ബലം. എന്നാൽ അതേ ബലം ധർമ്മയുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാഭാരത യുദ്ധത്തിൽ വെച്ച് ഗാന്ധീവം കയ്യിൽ നിന്ന് പോകുന്ന അർജുനനെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ധർമ്മ സംരക്ഷണത്തിന് കൊടുത്തിട്ടുള്ള ആയുധമാണ്. അത് കയ്യിലിരിക്കുമ്പോൾ ബോധ്യം വേണം, ഇത് ധർമ്മം സംസ്ഥാപനം ചെയ്യാനുള്ളതാണ്. നമ്മുടെയൊക്കെ കയ്യിൽ ഒരു ഗാന്ധീവം വേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ധർമ്മത്തിന് ച്യുതി ഉണ്ടാവുന്ന സമയത്ത് കാലാകാലങ്ങളിൽ ഞാൻ അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും കൽക്കിക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭഗവാൻ വന്ന് ഇതൊക്കെ ശരിയാക്കും എന്നാണ് ധാരണ. നമ്മുടെയൊക്കെ കയ്യിൽ നമ്മുടെ മനസ്സും നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയാകുന്ന ഗാന്ധീവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ആ ഗാന്ധീവം ഉപയോഗിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടത് നമ്മുടെ കൂടി ധർമ്മമാണ് എന്നുള്ളതും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് അർജുനന്റെ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഗാന്ധീവത്തിന് ഇത്രയധികം കരുത്തുണ്ടെങ്കിലും 108 ഞാനുണ്ടെങ്കിലും അത് ധർമ്മബോധമില്ലാത്ത ഒരുത്തന്റെ കയ്യിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. മറിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടത് എൻ്റെ അവകാശമാണ് എന്ന് ബോധ്യമുള്ളവൻ്റെ കയ്യിൽ വേണം ആയുധം ലഭിക്കാൻ. നമ്മുടെ കയ്യിലും ഒരു ആയുധം ഭഗവാൻ വെച്ച് തന്നിട്ടുണ്ട്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇനി ഗാന്ധീവത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൂടി അവസാനിപ്പിക്കാം. ഈ ഗാന്ധീവം കൊണ്ട് അർജുനൻ എല്ലാ യുദ്ധവും ജയിച്ചിട്ടുണ്ട് എന്ന് കരുതരുത്. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സ്വർഗാരോഹണം, കൃഷ്ണന്റെ സ്വർഗാരോഹണം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അർജുനനോട് പറയൂ, ദ്വാരകയിലെ സ്ത്രീകളെ സാധിക്കുമെങ്കിൽ രക്ഷിക്കൂ. ദ്വാരകയിലെ സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് അർജുനൻ പോകുന്നു. അവിടെ വരുന്ന ശത്രുക്കളുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നു. ഗാന്ധീവം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അമ്പൊടുങ്ങാത്ത ആവനാഴി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദ്വാരകയിലെ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്ന ഗാന്ധീവമുള്ള അർജുനനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം ഗാന്ധീവം ഉപയോഗിക്കുന്നത് ഊന്നുവടിയായിട്ടാണ്. അത് കുത്തിപ്പിടിച്ച് ഹസ്തിനപുരിയിലെത്തി സിംഹാസനത്തിൽ ഇരിക്കുന്ന ധർമ്മപുത്രരോട് അർജുനൻ പറയുന്നുണ്ട്, ഏട്ടാ, നമ്മൾ വഞ്ചിക്കപ്പെട്ടു, ഭഗവാൻ നമ്മളെ വിട്ടുപോയി. ഇത്രയും നാൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഗാന്ധീവത്തിന് ഉറപ്പുണ്ടായിരുന്നത് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു എന്ന് പറയുന്ന അർജുനനെ നമുക്ക് കാണാം. ഇനി നമുക്കും ഈ ഭൂമിയിൽ അധിക സമയമില്ല, വാനപ്രസ്ഥം തുടങ്ങേണ്ട സമയമായി എന്ന് ധർമ്മപുത്രർ ഉപദേശിക്കുന്നു. അവിടെയാണ് ആ യാത്ര തുടങ്ങുന്നത്, ഹിമാലയത്തിലേക്ക്. ആ യാത്രയിൽ അഗ്നിദേവൻ അർജുനനോട് പറയുന്നുണ്ട്, ഈ ആയുധം ഇത് പാഴാക്കരുത്, ഇത് ധർമ്മ സംസ്ഥാപനത്തിനുള്ളതാണ്. ഇത് നീ അല്ലെങ്കിൽ അടുത്ത കാലത്ത് വരുന്ന ആരൊക്കെ ഉപയോഗിക്കാനിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ച് ഇത് വരുണദേവന് കൊടുക്കണം. അങ്ങനെ അർജുനൻ വീണ്ടും തൻ്റെ അത്രയും കാലത്തെ ആയുസ്, 65 വർഷക്കാലമാണ് ആ ധനുസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്നാണ്. 65 വർഷം തൻ്റെ ഒരു അവയവം പോലെ കൊണ്ടു നടന്ന ആ ധനുസിനെ വരുണനെ ഏൽപ്പിച്ചിട്ടാണ് ആ അർജുനൻ എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള നരനാരായണന്മാരിൽ നരനായിട്ടുള്ള അർജുനൻ വാനപ്രസ്ഥം തുടങ്ങുന്നത്. അപ്പോൾ ആ ഗാന്ധീവത്തിൻ്റെ കഥയെ ഒന്ന് അനുസ്മരിക്കാൻ ഒരവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ നമ്മളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നത് കഥേമമ്മയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചണ്ടമുണ്ടന്മാരെ സംഹരിക്കാൻ പരാശക്തിയുടെ പുരുകക്കൊടിയിൽ നിന്നും അവതരിച്ചതാണ് ഭദ്രകാളിയായ ചാമുണ്ടേശ്വരി. സപ്തമാതൃക്കളിൽ കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് ചാമുണ്ടേശ്വരിക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചാമുണ്ഡി ക്ഷേത്രമായി കണക്കാക്കുന്നത് മൈസൂരിലെ ചാമുണ്ഡി ക്ഷേത്രമാണ്. രക്തചാമുണ്ഡി, തീച്ചാമുണ്ഡി എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഈ ദേവത ആരാധിക്കപ്പെടുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കുഞ്ചമനോഹര പാദചലന്മണിനൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദിസുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ. എല്ലാ നാമങ്ങളിലും വച്ച് ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം.
1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമം. അങ്ങനെയുള്ള 1000 നാമങ്ങൾ കൊണ്ട് മാതൃസ്വരൂപിണിയായ ദേവിയെ നിത്യവും സ്തുതിക്കുന്ന പുണ്യഭൂമിയാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളായി ശക്തിപൂജ കൊണ്ട് പുണ്യം നിറഞ്ഞ ആത്മീയ സന്നിധി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരമേയുള്ളൂ കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിലേക്ക്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലം മാത്രം. ശ്രീ ഭദ്രകാളിയോടൊപ്പം ശ്രീ ദുർഗാദേവിയെയും ക്ഷേത്രത്തിൽ ആരാധന നടത്തിവരുന്നു. പടിഞ്ഞാറ് ദർശനമായി വലംപിരി ഗണപതിയും വടക്ക് ദർശനമായി ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗയും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക പുരാതന ക്ഷേത്രമെന്ന പെരുമയും കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിനുണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊഞ്ചിറവിള അമ്മയുടെ നടയിൽ നിന്നാണ്. ഈയിടെ പുറത്തിറങ്ങിയ കൊഞ്ചിറവിള അമ്മയെക്കുറിച്ചുള്ള ഒരു ആൽബത്തിൽ എനിക്ക് പാടുവാനുള്ള അവസരമുണ്ടായി. ആ ഗാനത്തിൻ്റെ 2 വരി ഞാൻ പാടുകയാണ്. അമ്മയെന്നുള്ളൊരു മന്ത്രം ജപിച്ചു ഞാൻ അമ്മയെ കൈത്തൊഴുന്നു, വിളിക്കുമ്പോഴെല്ലാം പുഞ്ചിരി പ്രഭ തൂകി കൊഞ്ചിറവിള ദേവി അരികിലെത്തും, തൊഴുതാലും ശ്രീഭദ്രേ മതിവരില്ല. ശ്രീകോവിലിൽ ചതുർബാഹുവായ ഭഗവതി ശാന്തസ്വരൂപിണിയാണ്. ഗണപതി, നാഗർ, മന്ത്രമൂർത്തി, ബ്രഹ്മരക്ഷസ്, മാടൻ തമ്പുരാൻ എന്നീ ഉപദേവന്മാരുമുണ്ട്. എല്ലാ മാസവും പൗർണമി നാളിൽ നടക്കുന്ന ഐശ്വര്യപൂജയും ആയില്യം നാളിലുള്ള ആയില്യപൂജയുമാണ് ഇവിടെ വിശേഷം. കൊഞ്ചിറവിള അമ്മ ആലംബഹീനർക്ക് അഭയസ്ഥാനമാണ് കൊഞ്ചിറവിള ശ്രീഭഗവതി ക്ഷേത്രം. അപ്പം അമ്മയുടെ വിശ്വാസം ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവർക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിനായി നിങ്ങൾ അമ്മയെ സമീപിച്ച് അമ്മയെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രമേ അമ്മ നൽകൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊഞ്ചിറവിളയിൽ ആമ്പല്ലൂർ എന്നൊരു തറവാടുണ്ടായിരുന്നു. അവിടെ ഋഷിതുല്യനും ദേവീഭക്തനുമായിരുന്ന ഒരു കാരണവർ തറവാട്ടിലുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സന്ധ്യാനേരത്ത് വീടിൻ്റെ വടക്കുഭാഗത്തായി ഒരു ദിവ്യജ്യോതിസ് കണ്ടു. ദിവ്യജ്യോതിസിൽ തേജോമയിയായ ഒരു ബാലിക നിൽക്കുന്നതും കാരണവർ കണ്ടു. തൊഴുകയോടെ നിന്ന കാരണവരോട് ഒരു കിണ്ടി വെള്ളവും പഴവും മലരും കൊണ്ടുവരാൻ തേജസ്വിയായ പെൺകുട്ടി ആവശ്യപ്പെട്ടു. കാരണവർ ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ആ ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രി കാരണവർക്ക് സ്വപ്ന ദർശനമുണ്ടായി. ആ ബാലിക കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നും ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള വരിക്കപ്ലാവിന് വടക്കുമാറി ഒരു തെറ്റിച്ചെടി ഉണ്ടെന്നും അവിടെ ദേവീ സാന്നിധ്യം ഉള്ളതായും അരുളി ചെയ്തു. നേരം പുലർന്നപ്പോൾ കാരണവർക്ക് താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് ബോധ്യമായി. വരിക്കപ്ലാവിന്റെ തടികൊണ്ട് പീഠം നിർമ്മിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തി. പൂജാതി കർമ്മങ്ങളെല്ലാം കാരണവർ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചതുർബാഹുവായ ഭഗവതിയുടെ പഞ്ചലോക വിഗ്രഹം കൊണ്ട് പുനർപ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു. ദേവിയെ ആദ്യമായി പ്രതിഷ്ഠിച്ച ആമ്പല്ലൂർ കുടുംബത്തിലെ കാവ് നിരവധി തലമുറകൾക്ക് ശേഷവും ഇന്നും അവിടെ നിലനിൽക്കുന്നു. കൊഞ്ചിറവിള ദേവീക്ഷേത്ര ഭാരവാഹികൾ കാവിലെത്തി അനുഗ്രഹം വാങ്ങിച്ച ശേഷമേ ഉത്സവം ആരംഭിക്കൂ.
ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് കൊഞ്ചിറവിള ദേവി എന്നൊരു സങ്കല്പവുമുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന സഹോദരിമാരിൽ ജ്യേഷ്ഠത്തി ആമ്പല്ലൂർ കാരണവർക്ക് ദർശനം നൽകി കൊഞ്ചിറവിളയിലും, അനുജത്തി മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകി ആറ്റുകാലിലും കുടികൊള്ളുന്നുവെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ഇരു ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിലും ആചാരങ്ങളിലും കാണുന്ന സാമ്യത ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. കുടിയിരുത്ത്, തോറ്റംപാട്ട്, പുറത്തെഴുന്നള്ളിപ്പ് എന്നിങ്ങനെ ഉത്സവ ആരംഭം മുതൽ അവസാനത്തെ കുരുതി വരെയുള്ള അനുഷ്ഠാനങ്ങളിലെല്ലാം രണ്ട് ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിൽ ഈ സാമ്യത കാണാൻ കഴിയും. ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ജ്യേഷ്ഠ സഹോദരി കൊഞ്ചിറവിള ശ്രീ ഭഗവതിയെ ആദ്യം തൊഴുതു മടങ്ങണമെന്നുള്ള വിശ്വാസം മുമ്പുണ്ടായിരുന്നു. ആറ്റുകാൽ അമ്പലത്തിൽ നിന്നും പുറത്തെഴുന്നള്ളിപ്പ് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയാണ് തിരികെ വരുന്നത്. അതുപോലെ തന്നെയാണ് കൊഞ്ചിറവിള ഭഗവതി ക്ഷേത്രത്തിലെയും പുറത്തെഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളും തോറ്റംപാട്ടും എല്ലാ ചടങ്ങുകളും കുത്തിയോട്ട വ്രതാരംഭം മുതലുള്ള ചടങ്ങുകളെല്ലാം ആറ്റുകാലുമായി വളരെയധികം സാമ്യമുള്ളതാണ്. കുംഭമാസത്തിൽ പൂരാടം നക്ഷത്രത്തിൽ തുടങ്ങി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം. 1-ാം ദിവസം കൊടുങ്ങല്ലൂരമ്മയെ പച്ചപ്പന്തലിൽ തോറ്റംപാട്ടിലൂടെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് തോറ്റംപാട്ടായി പാടുന്നത്. 3-ാം ഉത്സവത്തിന് കുത്തിയോട്ട നേർച്ചക്കാർ വ്രതാനുഷ്ഠാനം തുടങ്ങും. 9-ാം ദിനമായ അശ്വതിക്കാണ് പൊങ്കാല. അന്ന് വൈകിട്ട് 3 മണിക്ക് പൊങ്കാല നൈവേദ്യം നടക്കും. ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പൊങ്കാലയ്ക്ക് ശേഷം കുത്തിയോട്ടവും ചൂരൽകുത്തുമാണ്. ഈ ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് നൂറുകണക്കിന് കുത്തിയോട്ടക്കാരുടെ അകമ്പടിയോടെ ദേവി മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും. അവിടുത്തെ ഉപചാരങ്ങളും പൂജയും കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. പുരാതന ക്ഷേത്രമായ മണക്കാട് ക്ഷേത്രത്തിലെ ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് സങ്കല്പം. 10-ാം ഉത്സവത്തിന് രാത്രിയിൽ കാപ്പഴിക്കലും കുരുതി തർപ്പണവും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണമായ ലോകമാതാവായ ആദിപരാശക്തിയുടെ കാരുണ്യഭാവമാണ് കൊഞ്ചിറവിളയിൽ വാഴുന്ന ദേവിക്ക്. ഭക്തർ അവരുടെ വേദനകളും ആഗ്രഹങ്ങളും ദേവിയുടെ പാദങ്ങളിൽ ആത്മനിവേദ്യമായി അർപ്പിക്കുന്നു. അഷ്ടൈശ്വര്യപ്രദായിനിയായ ദേവി ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നതോടൊപ്പം അവരെ മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്നു. ഭഗവത്ഗീത വാക്യപ്രകാരം ഉത്തരായനത്തിൽ മരിക്കുന്നവർ മോക്ഷം പ്രാപിക്കുന്നു, ദക്ഷിണായനത്തിൽ മരിക്കുന്നവർ പുനർജനിക്കും. ഇത് പ്രകാരമാണ് സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉത്തരായന കാലം വരെ ശരശയ്യയിൽ കിടന്നത്. പ്രത്യേക കാലങ്ങളെ സൂചിപ്പിക്കാനാണ് ഉത്തരായനം, ദക്ഷിണായനം എന്ന് പ്രയോഗിക്കുന്നത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.